ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം. ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഈശോ ഒരിക്കലും കഴിയുകയില്ല എന്ന് പറഞ്ഞൊരു കാര്യം ഇന്ന് പ്രാവർത്തികമാക്കാനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തിയാണ് നമ്മൾ, അല്ലേ? ഈ ലോകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തെയും ധനത്തെയും സ്നേഹിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ദൈവത്തെയും സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് മാറി. എന്നാൽ കൃത്യമായിട്ട് എൻ്റെ ഈശോ എന്നോട് പറയുന്നുണ്ട്, ദേ ഒരിക്കലും നിന്റെ ജീവിതത്തില് ധനത്തെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാനായിട്ട് സാധിക്കത്തില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ ഈ ലോക ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറെ പണം സമ്പാദിക്കുക എന്നുള്ളത്, അല്ലെ? പല ബന്ധങ്ങളും ഇന്ന് ശിഥിലമായി പോകുന്നതും ഇതേ സമ്പത്തിന്റെ പേരില. ഏറ്റവും പ്രധാനമായിട്ട് സഹോദര ബന്ധങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, അല്ലെ? എന്തിന്റെ പേരില? സഹോദരങ്ങൾ പോലും വർത്തമാനം പറയുന്നില്ല. സ്വത്തിന്റെ പേരില്, സ്ഥലത്തിന്റെ പേരില്, സമ്പത്തിന്റെ പേരില് ഈ ബന്ധങ്ങളെല്ലാം നഷ്ടമായിട്ട് ഈ സമ്പത്ത് നേടിയെടുത്ത് ഈ ഭൂമിയിൽ സുഖത്തോടുകൂടി ജീവിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മാത്രം ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. സമ്പത്തിന്റെ പുറകെ നീ പോകുമ്പോൾ, സമ്പത്തിനെ സ്നേഹിക്കുമ്പോൾ നീ ഒന്ന് ഓർക്കുക, നിനക്ക് ദൈവത്തെ ഒരിക്കലും സ്നേഹിക്കാനായിട്ട് സാധിക്കത്തില്ല. നീ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്ത് ഒരിക്കലും ആത്മാർത്ഥത ഉണ്ടാകത്തില്ല. ആത്മാർത്ഥമായിട്ട് നിനക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നീ ഈ സമ്പത്തിന്റെ പിന്നാലെയുള്ള ഓട്ടം നിർത്തണം. എന്തിനാണ് ഈ പണം നേടാനായിട്ട് ഇത്രയേറെ നമ്മൾ ഓടുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എത്രയോ ബന്ധങ്ങള് ഈ സമ്പത്തിന്റെ പേരിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടല്ലേ? ഈ കുന്നുകൂട്ടി വെച്ചേക്കുന്നത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല കേട്ടോ. നീ സമ്പാദിച്ചതൊക്കെ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് കടന്നുപോകും. ഒന്നുമില്ലാതെ നീ വന്നു, ഒന്നുമില്ലാതെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു പോകണം. നീ കെട്ടുകണക്കിന് സമ്പാദിച്ചാലും അവയൊന്നും ഒരിക്കലും നിനക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ എന്തിനാണ് ഈ ഭൂമിയിലെ ജീവിതത്തില് ഇതിന്റെ പിന്നാലെ ഇങ്ങനെ ഓടി നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തി, ഒത്തിരി ആഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ടെൻഷൻ അടിച്ച് ജീവിക്കുന്നത്? സ്നേഹമുള്ളവരെ, ആ ഓട്ടം നമുക്ക് നിർത്താം. സമ്പത്തിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം ഒന്ന് മാറ്റി, ആരെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത്? എൻ്റെ ദൈവത്തെ സ്നേഹിക്കണം. ജീവിതത്തിലെ പ്രധാന സ്ഥാനം എൻ്റെ ദൈവത്തിന് കൊടുക്കണം. അതുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിച്ചാല് അവൻ എൻ്റെ കൂടെ ഇരിക്കും. കുട്ടനാട്ടിൽ പറയുന്ന ഒരു ഉപമയുണ്ടല്ലേ, 2 വള്ളത്തേൽ കാല് വെച്ച് പോവുക എന്ന് പറയുന്നത്. നമ്മളിപ്പോ പോകുന്നത് അങ്ങനെയാ. 2 വള്ളത്തേൽ, ഓരോ കാലം ഓരോ വള്ളത്തേലാ. പോകാൻ പറ്റുമോ? പറ്റത്തില്ല. കുറച്ച് പോയി കഴിയുമ്പോൾ വീഴും. നമ്മൾ ഈ ധനത്തെയും ദൈവത്തെയും സ്നേഹിക്കുമ്പോൾ ഒരു പോക്കെന്ന് പറഞ്ഞാൽ ഈ 2 വള്ളത്തേൽ കാല് വെച്ചുള്ള പോക്കാ. പോകുന്ന വഴിയിൽ വീഴും. ആ വീഴ്ച വലുതായിരിക്കും. അവിടെ നിന്ന് ഒരിക്കലും കയറി വരാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കുക. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ദൈവത്തിനാണോ ധനത്തിനാണോ? ധനത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ ആ സ്നേഹം മാറ്റിയെടുക്കാനായിട്ട്, ദൈവത്തിന് ജീവിതത്തില് പ്രമുഖ സ്ഥാനം കൊടുക്കാനായിട്ട്, എനിക്ക് ലഭിച്ചതൊക്കെയും എൻ്റെ ദൈവത്തിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, അവന്റെ ഒപ്പമായിരുന്നുകൊണ്ട് അവന്റെ കരം പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.